சில சில்லறைகள் இப்போ கொஞ்ச நாள என்ன கலாய்க்கிறானுங்க, அவங்களுக்கு இதை சொல்லிக்கிறேன். நல்லா கேட்டுக்கோ. இப்போ என் நேரம் சரியில்லை, அதனால் நான் அமைதியாக இருக்கிறேன். நேரம் வரும்போது நான் யார் என்று தெரியும், அப்போ நீ அமைதியா வேடிக்கை பார்க்க. എല്ലാവരെയും കുറേ ദിവസം കൊണ്ട് യൂട്യൂബിലൊന്നും വരാതിരുന്നു. ചുമ്മാ ഒന്ന് കയറൊന്ന് ആശ തോന്നിട്ട് വന്നതാണ്. എല്ലാവരെയും ഒന്ന് കാണണം, എന്നെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നടക്കില്ല. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചു. എന്തൊക്കെയാണ് പരിപാടികൾ? നമ്മളെ ആഘോഷങ്ങൾ, ഉത്സവങ്ങളെല്ലാം ഏകദേശം ഒതുങ്ങി തുടങ്ങി. ഇനി അടുത്ത് നിങ്ങളെയൊക്കെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് അറിയാം. എന്തൊക്കെയാണ് പ്രോഗ്രാംസ്? ഞാൻ എന്താ ഇവിടെ വെറുതെ കുത്തിയിരിക്കുന്നത് മാത്രം. എന്ത് പറയാം, ചുമ്മാ പോസ്റ്റ് അടിച്ച് ഇവിടെ കുത്തിയിരിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രോഗ്രാംസ്? മഴ ഉണ്ടോ അവിടെയൊക്കെ? ഇവിടെ തകർക്കുകയാണ് കേട്ടോ. മഴയെക്കാളും ശക്തമാണ് കാറ്റ്. കാറ്റിനെയാണ് നമ്മൾ സഹിക്കാൻ പറ്റുന്നത്. മഴയെ പിന്നെയും സഹിക്കും. കാറ്റടിക്കുന്ന അടി കണ്ടല്ല പറയാൻ പറ്റുന്ന പല പല വീടുകൾക്ക് പുറത്തൂടെയൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ ചായുന്നുണ്ട്. റോഡുകളിൽ മരം ചായുന്നുണ്ട്. റോഡുകളൊക്കെ ഇപ്പോൾ കടലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. റോഡുകൾ കുണ്ടും കുഴി എന്ന് പറഞ്ഞാൽ കുളമാണ്. നമ്മളെ കേരള സർക്കാർ കുളം കുഴിച്ചിരിക്കുക എല്ലാ റോഡിലും. എല്ലായിടത്തും ഒരു റോഡ് പോലും കുഴിയില്ലാതെ ഇല്ലയെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ബാച്ച് വർക്ക് കുഴി ഉള്ള സ്ഥലത്ത് കുറച്ച് കീല് കൊണ്ടിടുന്നു, അതിനങ്ങ് മൂടുന്നു. ആ ഒരു മൂടുന്നതിലുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ ഓടുമ്പോൾ ആ വണ്ടികൾ ആ കുഴി തട്ടുക, അല്ലെങ്കിൽ ആ ഒരു തിട്ട പോലത്തെ ഇതിൽ കയറുമ്പോൾ നിയന്ത്രണം വിടുന്നു, ഇടിക്കുന്നു, അല്ലെങ്കിൽ വീഴുന്നു. അങ്ങനത്തെ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. എന്തരാണെന്നറിയില്ല. എന്തരൊക്കെ ആയാലും ഈ സർക്കാർ കാണിക്കുന്നത് മഹാപോകൃതമാണ്. എല്ലാ വർഷവും ഇലക്ഷന് തൊട്ട് മുമ്പേ എല്ലാ റോഡുകളും കീലൊക്കെ ഇടും. എന്തിനാ? അവർക്ക് ഇലക്ഷനിൽ പിന്നെയും അവർക്ക് തുടർന്ന് ഭരിക്കാൻ. ഇപ്പോൾ അങ്ങനെ നടക്കുന്നില്ല. കാരണം കേരള സർക്കാർ കിട്ടിയ പൈസ ഉണ്ട് പീശയിൽ വയ്ക്കുകയും നാട്ടുകാരെ ഉപ്പത്തൊട്ടിയിൽ റെക്കോർഡ് ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കൊച്ചു കേരളം. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. എന്തിനായാലും ഷട അപ്പം എൻ്റെ ബൈ അടുത്ത വീഡിയോയ്ക്കും വളരെ ചെറിയ ഷോട്ട്. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ അടിച്ചിട്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഈ തെറി എല്ലാം നിർത്തി എന്നെ ഇങ്ങോട്ട് വന്ന് ശല്യം ചെയ്യുന്നുണ്ട്, നല്ല പ്രഷർ ചെയ്യുന്നുണ്ട്, നല്ല വൃത്തി തെറി വിളിക്കുന്നുണ്ട്. ആരാണ്? വേറെ ആരുമില്ല. ജനതാ കേരേജ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഗ്രൂപ്പിലെ ഒരു പാവപ്പെട്ട വൺ ആൻഡ് ഓൺലി കിങ്ങായ ഗ്രൂപ്പ്. ഈ പുരാട്ടുകളങ്ങളെ ഇപ്പം അറയ്ക്കൽ തറവാട് കഴിഞ്ഞ് സ്ഥാനം നേടിയ ഒരു വലിയ ഗ്രൂപ്പാണ് ഈ ജനതാ കേരേജ് എന്ന് പറയുന്ന സൂപ്പർ സുന്ദരമായ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലെ ആരോ ആണ്. ആരായാലും ശരിയല്ല, എന്നെ അറിയില്ല. ഞാൻ ഒതുങ്ങിയ കേസ് ഈ പാവപ്പെട്ട എല്ലാവരും പറയും. എന്നെ വിടില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ രണ്ടെണ്ണം കൊടുക്കുകയെന്ന് വെച്ചാലും എൻ്റെ മനസ്സനുഭവിക്കുന്നില്ല. ഒരു കാര്യം ഭക്തിമതം ദൈവമേ നീ താത്തുന്ന കൈസെടുത്ത പിടിക്കുമ്പോൾ നിരവധി പക്ഷികളുണ്ട്. പക്ഷെ എല്ലാ പക്ഷിയും പോലെയല്ല കഴുകൻ. അത് താന്നും പറക്കും, ഏറ്റവും ഉയരത്തിലും പറക്കും. ഒരു പക്ഷിയും ഒറ്റയ്ക്കിരുന്ന് തൻ്റെ ചിറകുകളെ കൊത്തിപ്പറിച്ച് കളയത്തില്ല. അങ്ങനെ തനിച്ചിരുന്ന് തൻ്റെ ചിറകുകളെ കൊത്തിപ്പറിച്ച് ആരും കയറി ചെല്ലാത്ത വലിയ മലയുടെ മുകളിലെ പാറക്കെട്ടുകളുടെ ഇടയിലിരുന്ന് സ്വന്തം ചിറകുകളെ കൊത്തിപ്പറിച്ച് കളയുന്ന കഴുകനറിയാം, ഇപ്പം ഇച്ചിരി വേദനയുണ്ടെങ്കിലും നാളെ ഞാൻ ഉയരത്തിൽ പറക്കും.